ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മുടെ ധ്യാനത്തിനും വിചിന്തനത്തിനുമായി ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ്. വീണ്ടും അവൻ ശിഷ്യരോട് അരുളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും എന്ന് ജീവനെപ്പറ്റിയോ എന്തു ധരിക്കും എന്ന് ശരീരത്തെപ്പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്കു സാധിക്കും? ഏറ്റവും നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി ആകുലരാകുന്നത് എന്തിന്? ലില്ലികളെ നോക്കുവിൻ, അവ നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും അവൻ്റെ സർവ്വമഹത്വത്തിലും അവയിൽ ഒന്നിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാകുകയും വേണ്ട. ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരെ ഉദ്ദേശിച്ച് യേശുനാഥൻ സംസാരിക്കുന്ന വേദഭാഗമാണിത്. ഭക്ഷണവും വസ്ത്രവും മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളാണ്. ഭക്ഷണമില്ലാതെ ജീവനോ വസ്ത്രമില്ലാതെ മാന്യതയോ നിലനിർത്തുന്നതിന് മനുഷ്യന് സാധിക്കുകയില്ല. എന്നാൽ ജീവൻ്റെ ലക്ഷ്യം ഭക്ഷണം കഴിക്കുക എന്നതോ ശരീരത്തിൻ്റെ ലക്ഷ്യം വസ്ത്രം ധരിക്കുക എന്നതോ ആകരുത്. മനുഷ്യജന്മം ഇതിനേക്കാൾ മഹത്തായ കാര്യങ്ങൾക്കുള്ളതാണ്. ജീവനില്ലാതെ ഭക്ഷണത്തിൻ്റെയോ ശരീരമില്ലാതെ വസ്ത്രത്തിൻ്റെയോ ആവശ്യവുമില്ല. ഇനിയും ഇതൊന്നും മനുഷ്യന് ആവശ്യമില്ല എന്ന അർത്ഥത്തിലല്ല യേശു ഇവിടെ സംസാരിക്കുന്നത്. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് എന്നും തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ യേശു തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. കാക്ക വലിയ പ്രാധാന്യമില്ലാത്ത പക്ഷിയാണ്. എന്നാൽ ദൈവം അതിനുപോലും വലിയ വില നൽകിക്കൊണ്ട് പ്രകൃതിയിൽ തന്നെ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിച്ച് സംരക്ഷിക്കുന്നു. അപ്പോൾ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ ദൈവം എത്രമാത്രം കരുതലോടെ സംരക്ഷിക്കും? ഇന്നത്തെ പട്ടിണിയുടെ തന്നെ പ്രധാന കാരണം ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും ദൗർലഭ്യമല്ല, അതിൻ്റെ ദുരുപയോഗവും വിതരണത്തിലുള്ള അസന്തുലിതാവസ്ഥയുമാണ്. നാം ജീവിക്കുന്ന ഇന്നത്തെ ലോകത്ത് പട്ടിണിയായിരിക്കുന്നവരും ആവശ്യത്തിന് വസ്ത്രമില്ലാത്തവരുമായി അനേകരുണ്ട്. പക്ഷേ ഇന്ന് പട്ടിണി കൊണ്ട് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അമിത ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാൽ മരിക്കുന്നു എന്നത് വലിയ വൈരുദ്ധ്യമാണ്. ദൈവം ആകാശത്തിലെ പക്ഷികളെ എന്നും പോറ്റുകയും വയലിലെ പുല്ലിനെയും പുഷ്പങ്ങളെയും സോളമനേക്കാൾ മനോഹരമായി അണിയിച്ചൊരുക്കുകയും ചെയ്യുന്നുവെങ്കിൽ മനുഷ്യൻ്റെ കാര്യത്തിൽ അതിലും കൂടുതൽ ശ്രദ്ധയുണ്ടാവില്ലേ? അതിനാൽ ആകുലതയേക്കാൾ ദൈവപരിപാലനയിൽ ആശ്രയിക്കാനുള്ള മനോഭാവമാണ് നമുക്കാവശ്യം. അത്യാഗ്രഹത്തേക്കാൾ എളിമയോടെയും സംതൃപ്തിയോടെയും ജീവിക്കാനുള്ള മനസ്സും. ക്രിസ്തു ശിഷ്യൻ അനുഭവിക്കേണ്ട വലിയൊരു അനുഗ്രഹവും സ്വാതന്ത്ര്യവുമാണിത്. ഇപ്പോൾ ദൈവപരിപാലനയിൽ പൂർണ്ണമായും ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ആഴവും അർത്ഥവും മനസ്സിലാക്കി ദൈവമക്കളായി ജീവിക്കാൻ നിരന്തരം നമുക്ക് പരിശ്രമിക്കാം.